വീട് എന്തുകൊണ്ട് പണിയുന്നു? വിത്ത് വാട്ട് യു ബിൽഡ് യുവർ ഹോം. നമുക്ക് ഓരോരുത്തർക്കും വീട് വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. വീട് ഭവനമില്ലാതെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട് വേണം നമുക്ക് നിർബന്ധമാണ്. പക്ഷേ വേദപുസ്തകത്തിലൊരു ഭാഗത്തുണ്ട് നമ്മൾ വീട് പണിയുന്നത് എങ്ങനെയാണ്. വീട് പണിയുന്നത് ഈ സങ്കീർത്തനത്തിനകത്തുണ്ടല്ലോ, 125 സങ്കീർത്തനത്തിനകത്ത് യഹോവ വീട് പണിയുന്നവർ വൃഥാ ജാഗരിക്കും. നമ്മൾ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ഇപ്പോൾ പണിയാണ് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കും. പക്ഷേ വചനം പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നത് നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നു. കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകില്ല. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ വീട് പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. അപ്പോൾ വീട് പണിയുന്നത് യേശുവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നല്ലതായിട്ട് വീട് വേണം. അപ്പോൾ ലോകത്തിലൊരു വീട് വേണം നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് സ്വർഗത്തിലൊരു വീട് പണിയുന്നു. ഈ സമയത്ത് സ്വർഗത്തിൽ വീട് പണിതുകൊണ്ടിരിക്കുക. യോഹന്നാൻ്റെ 12 പറയുന്നുണ്ട് കർത്താവ്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് ഭവനം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പോയാലോ ഞാൻ തിരിച്ചു വരും. വീട് പണിത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും തന്നെ. അങ്ങനെ ഒരു വാക്യമുണ്ട്, അതും കൂടെ വായിക്കാൻ കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. യോഹന്നാൻ്റെ 14 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വളരെ പ്രധാനം ഇതൊക്കെ. അപ്പോൾ വീട് പണിയുന്നതിനെക്കുറിച്ച്, ഭവനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ ആത്മീയ ഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വീട് പണിയുന്ന ശില്പി ദൈവം തമ്പുരാൻ തന്നെയാണ്. നമ്മൾ തന്നെ പണിതാൽ ഈ വീട് സ്വർഗത്തിൽ. നമുക്ക് ഓരോരുത്തർക്കും വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയിട്ട് അയാൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അയാളുടെ വീട് പണിതുകൊണ്ടിരിക്കുക. അയാൾ പെട്ടെന്ന് മരിച്ചിട്ട് സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു, ദൈവദൂതന്മാർ വീട് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവാനുമായിട്ട് സംസാരിക്കുമ്പോൾ ദൂതന്മാർ അവിടുന്ന് വിളിച്ചു പറയുന്നു, ബ്രിക്ക് തീർന്നു, അതായത് ഇഷ്ടിക തീർന്നു പോയി എന്ന്. അപ്പം ദൈവനമ്പുരാൻ ചോദിച്ചു, നീ എന്തിനാ നേരത്തെ വന്നെന്ന്. കഥയാണോ നടന്നാണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ് ഹാസ് സം എസൻസ് ഇൻ ഇറ്റ്. എന്തിനാ നേരത്തെ മരിക്കേണ്ട സമയമായിട്ടില്ല, കാരണം ഇവിടെ ബ്രിക്ക് അത് വീട് പണിയേണ്ട ഇഷ്ടികൾ മുഴുവൻ തീർന്നിട്ടില്ലെന്ന്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, നീ തിരിച്ചു പോയിട്ട് നല്ല പ്രവൃത്തി ചെയ്യുക, എന്നിട്ട് വീട് പണിത് തീരുമ്പോൾ ഞാൻ വന്ന് നിന്നെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഓർക്കണേ, നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഭവനം അവിടെ ഉണ്ട്. അത് ഇവിടുത്തെ പ്രവൃത്തി അനുസരിച്ചാണ് അവിടുത്തെ വീട് പണിയുന്നതെന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായം. എല്ലാവർക്കും അറിയേണ്ട ഒരു ഭാഗമാണ്. 1 കൊരിന്ത്യർ 3:10 തൊട്ടുള്ള വാക്യം പോലെ വായിക്കുക. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി യേശുവാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി ക്രിസ്തുവിൻ്റെ കൂടെ നിന്നുള്ള പ്രവർത്തനമാണ് പൗലോസിൻ്റെ, തന്നെത്താനെ അല്ല. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി അടിസ്ഥാനം ഇടുന്നവർ മറ്റൊരുത്തൻ അതിൻ്റെ മീതെ പണിയുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ നമ്മൾ വീട് പണിയണം. അതിന്മേൽ പണിയണമെങ്കിൽ നിനക്ക് ജ്ഞാനം വേണം. അത് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം, ലോകജ്ഞാനം ബുദ്ധിയല്ല. ലോകബുദ്ധി, അതെ, ലോകത്തിൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ ബുദ്ധിക്കെതിരാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ചിലപ്പം പറയുന്നതാണ് ഈ മനുഷ്യൻ വലിയ ബുദ്ധിമാനാകുന്ന ദൈവം മുമ്പിൽ അവനൊരു സാധാരണ മനുഷ്യനായി ബുദ്ധി ഇല്ലാത്തവനെ പോലെ ദൈവം കാണും. അപ്പോൾ നമ്മളോട് പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. എങ്ങനെയാണ് നിൻ്റെ വീട് പണിയുന്നതെന്ന് അവനവൻ നോക്കണം. എൻ്റെ വീട് പണിയണമെങ്കിൽ സ്വർഗത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ആശ്രയിച്ചുള്ള ബ്രിക്കുകൾ അല്ലെങ്കിൽ ഇഷ്ടികകളാണ് സ്വർഗത്തിൽ ചെല്ലേണ്ടത്. ഇഷ്ടികയില്ലാതെ പണിയാനൊക്കത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഈ മോഡുലാർ ഹൗസസ് ഒക്കെ ഉണ്ട്, അതൊന്നും അല്ല. സ്വർഗത്തിലെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചാണ് പണിയുന്നത്. അപ്പം ഇഷ്ടിക മേടിച്ചെല്ലണം. എങ്ങനെയാണ് എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ. താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല.
വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ അത് ഉറപ്പിച്ച ഒരു അടിസ്ഥാനമാണ്. അതിനു പകരം വേറൊന്നുകൊണ്ട് ആർക്കെങ്കിലും പണിയാമെങ്കിൽ അത് വെറുതെയാണ്. സമയം കളയല്ലേ, സമയം കളയല്ലേ. എന്നോട് തന്നെ ഞാൻ പറയാം, സമയം കളയല്ലേ. നിങ്ങളോടും പറയാം, സമയം കളയല്ലേ, വെറുതെ സമയം കളയല്ലേ. ഓരോ ദിവസവും പ്രധാനമാണ് ദൈവത്തിന്. നമ്മൾ ഇന്ന് ഏത് ഇഷ്ടിക ഉണ്ടാക്കുന്നത്? ഇഷ്ടികയെക്കുറിച്ച് വായിക്കാം ഇനി ബാക്കി ഭാഗത്ത്. ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കണം. ആ അടിസ്ഥാനത്തിന്മേൽ, ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും ബ്രിക്കുകൾ, ഏതൊക്കെ ഇഷ്ടികൾ? പൊന്നിൻ്റെ ഇഷ്ടിക, വെള്ളിയുടെ ഇഷ്ടിക, വിലയേറിയ കല്ലിൻ്റെ ഇഷ്ടിക, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ശോധന ചെയ്യുന്നത് ദൈവത്തിൻ്റെ തീയാണ്, വചനം. എന്തുകൊണ്ടൊക്കെയാണ് ബ്രിക്ക് പണിതിരിക്കുന്നത്? ഇഷ്ടിക ഏതൊക്കെ ആയിരുന്നു? സ്വർണത്തിൻ്റേത്. പിന്നെന്തുവാ? വെള്ളി, നല്ല വില കൂടിയ കൂപ്പ് മരത്തിൻ്റെ തടിയെ. പിന്നെയും പണിയുന്നുണ്ട് കല്ല്, വിലയേറിയ കല്ലുകൾ, രത്നാംബരം, ഡയമണ്ട്സ്, പിന്നെ മരതകം, പലതുണ്ടല്ലേ, അങ്ങനെ അത്രയില്ല കല്ലുകൾ. പിന്നെന്തുവാ? അതുകൂടാതെ പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ നിന്റെ പ്രവൃത്തി പുല്ലും വൈക്കോലും വെച്ച് ഇടയ്ക്കിടയ്ക്ക് കയറ്റി വെച്ച് വീട് പണിയാന്ന് വിചാരിച്ചാൽ സ്വർഗത്തിൽ അത് പണിയൂല. അവിടെ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. ഞങ്ങളുടെ വീട് പണിയാൻ നേരത്തിൽ തന്നെയായിരുന്നു, വർഷങ്ങളെടുത്ത് പണിയാൻ. നമ്മൾ സൗദിയിലായിരുന്നപ്പോൾ ഇവിടെ വീട് പണിയാൻ ആഗ്രഹിച്ചു. നമുക്ക് നാടേ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് തിരിച്ചു വന്നത്. വീട് പണിയാൻ നോക്കിയിട്ട് എത്ര വിചാരിച്ചിട്ടും വീട് പണി തീരാനൊക്കുന്നില്ല. ഓരോ പ്രാവശ്യം വീട് പണിയാൻ നേരത്ത് നമ്മൾ ശ്രമിക്കുമ്പോൾ വീട് പണി ലാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ പണിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് തേക്ക് കൊട്ടാരക്കര ഉണ്ടാകുന്നത് വെട്ടി ഇവിടോട്ട് അയച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ ക്വാളിറ്റി കൺട്രോളുള്ള ആർക്കിടെക്റ്റ് പറഞ്ഞു, ഈ തടി ഇവിടെ ഉപയോഗിക്കത്തില്ല, ഇത് കൊള്ളത്തില്ല, നല്ല കൂപ്പ് തടി വേണം ഇവിടെ, കാരണം അല്ലെല്ലാം അഴുക്കായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അത് മുഴുവൻ തിരിച്ചു കൊണ്ടുപോയിട്ട് വേറെ തടി കൊണ്ടുവന്നാണ് പണിയേണ്ടി വന്നത്. കാരണം 16 വർഷം എടുത്തിട്ടാണ് വീട് പണിത് തീർത്തത്. അന്ന് അങ്ങനെ പുറത്തായിരുന്നുകൊണ്ട് അത് പണിയാനുള്ള സൗകര്യം. എന്നിട്ട് തന്നെ ഇത്ര വർഷം എടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമയമായപ്പോൾ അത് കറക്റ്റായിട്ട്. പക്ഷേ നല്ല തടിയല്ല എങ്കിൽ അതിന് ചെതൽ കയറുന്ന അവർക്കറിയാം. സ്വർഗത്തിലെ ക്വാളിറ്റി കൺട്രോൾ ഇതിലും ചെറുതല്ല, ഇതിലും വലുതല്ലേ. സ്വർഗത്തിലൊരു കൺട്രോളുണ്ട്. അത് പറയും അവിടെ ആയിരിക്കും ഈ കല്ല് കൊള്ളത്തില്ല, ഈ പുല്ലും വൈക്കോലും വെച്ച് വീട് പണി. അന്ന് ഈ പണിയാണെങ്കിൽ പുല്ലും വൈക്കോലും വെച്ച് വീട് പണിത് എന്ത് ചെയ്യും? തീയിലൊരു ടെസ്റ്റിംഗ് ഉണ്ടെന്ന്. ആ തീ ടെസ്റ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? തീയോടെ അതിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം. എന്തൊരു ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തി നമ്മളും ദൈവവുമായിട്ടാണ്. വല്ലവരെയും കാണിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല. നിൻ്റെ പ്രവൃത്തി നല്ലതെങ്കിൽ നിനക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അതിന് ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അതായത് ഈ തീ കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് വിടുന്നതെന്ന്. അങ്ങനെയാണ് വചനം പറയുന്നത്. ഈ വീടും ടെസ്റ്റ് ചെയ്യും, നമ്മളും ടെസ്റ്റ് ചെയ്യും. എന്ത് പറ്റും? നമ്മുടെ മുടിയെല്ലാം കരിഞ്ഞ് കഷണ്ടിയായിട്ട് നമ്മൾ അപ്പുറത്ത് എത്തും. കാരണം രക്ഷിക്കപ്പെട്ടില്ലേ. അതുകൊണ്ട് ദൈവത്തിന് മനസ്സല്ലി തോന്നി അപ്പുറത്ത് കയറ്റും. പക്ഷേ ഒരു മുടി പോലും ഇല്ല, എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. പ്രവൃത്തികളൊന്നും ശരിയല്ല. ശരിയാക്കുക. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്, നോട്ട് ലേറ്റ് അറ്റ് ഓൾ. താമസിച്ചിട്ടില്ല. ഇപ്പോൾ വേണേലും ഇന്നൊരു ദിവസമുണ്ട്. മനസ്സാന്തരപ്പെട്ട് ദൈവമേ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം. മറ്റേത് നമുക്ക് പറയാം, താവേ അപ്പച്ചൻ മാറ്റിത്തരണേ, അല്ലാതെ നമുക്ക് മാറ്റാനൊക്കെ തരണം. നമുക്ക് നന്മയും തിന്മയും അറിയാൻ വയ്യാത്തൊരു കാലത്തിലോട്ട് മാറി. അത്രപോലെ ഒരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾ എന്തായാലും പറയും മാറ്റണേ. നമ്മൾ ഈ അരിപ്പയ്ക്കകത്തിട്ട് മാവിങ്ങനെ ഇടയത്തില്ലേ, അതിനകത്ത് മാവ് ഇടുമ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മാവ് ഇടയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും മാവ് നല്ലതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ പുഴുക്കൾ, ചെറിയ കല്ലുകൾ, ഓരോ സാധനങ്ങൾ, അതെല്ലാം നമ്മളെടുത്ത് കളി. അന്ന് പറഞ്ഞ പോലെ കർത്താവ് ചെയ്യുകയാണ് നമ്മളെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ വന്ന് നിന്നിട്ട് നമ്മളെ നല്ല സ്വർണം, വെള്ളി,
വിലപിടിപ്പുള്ള കല്ല് നല്ല കൂപ്പ് തട്ടികൾ കൊണ്ട് സ്വർഗത്തിൽ വീട് പണിതുകൊണ്ടിരിക്കുന്നു. അതിനർഹരാണോ? അത് കഴിഞ്ഞിട്ട് കർത്താവ് പിന്നെ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും. ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ച് മാറ്റുകൂടുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ല. അതിനെ ഒരു മന്ദിരമാക്കി ഇപ്പോൾ പറയുന്നു. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ വിശുദ്ധരാക്കി ദൈവം മാറ്റുന്നത് എപ്പോഴാണെന്നറിയോ? പൊന്ന്, വെള്ളി, വില കൂടിയ കല്ല്, പിന്നെന്തുവാ, നല്ല തടികൾ കൊണ്ട് വീട് പണിയുമ്പോൾ. എളുപ്പവഴിക്ക് നമ്മളെല്ലാം പുല്ലും കച്ചിയും വൈക്കോലും ഒക്കെ വെച്ച് പണി. എല്ലാവരിലും ഉണ്ട് ഈ സ്വഭാവം. കർത്താവേ, അത് അഴിഞ്ഞു പോട്ടെ. നമുക്ക് ദൈവത്തോട് പറയാം, അപ്പച്ചൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മളെ വീട് പണിയിപ്പിക്കാം. പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് വീട് പണിയാൻ ഞങ്ങളെ, സ്വർഗത്തിൽ വീട് പണിയുന്നെന്ന് അറിഞ്ഞതിന് തന്നെ നന്ദി. അതായത് അവരോട് ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നല്ല പ്രഷ്യസായിട്ടുള്ള കല്ലുകൾ കൊണ്ട്, ഡയമണ്ട്സ് ഉണ്ട്, മരതകമുണ്ട്, കർത്താവേ ഗോമേതകമുണ്ട്, എന്തെല്ലാം നല്ല മനോഹരമായ കല്ലുകൾ കൊണ്ട് അവിടെ പണിതെടുക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. മനസ്സിലാക്കിച്ച് തന്നതിന് സ്തോത്രം. നല്ല തടികൾ. എന്നാൽ ചിലപ്പോൾ ഞങ്ങൾ വൈക്കോളും പുല്ലും കൊണ്ടും കൂടെ പണിയാൻ നോക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ബലഹീനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. ബലഹീന സ്വഭാവങ്ങൾ അതെല്ലാം എടുത്ത് മാറ്റി ദൈവത്തിന് യോഗ്യമുള്ള തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ കത്തിപ്പോകുന്നതല്ല കർത്താവ്, നിലനിൽക്കുന്നതായ പ്രവൃത്തികൾ ചെയ്ത് ഭവനം ഉണ്ടാക്കാം. ഞങ്ങളുടെ ശരീരത്തെയും ഭവനമാക്കി പറയുന്നു. ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്ക് ഓരോ വാതിലുകളായിട്ട് കാണുക. ഞങ്ങളുടെ കൈ കൊണ്ട് നന്മ ചെയ്യാൻ കാലുകൊണ്ട്, ഞങ്ങളുടെ തല കൊണ്ട് ഞങ്ങളുടെ ഓരോ ശരീരം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് അനുകൂലമായ ജീവനുള്ള യാഗവസ്തുവാക്കി സമർപ്പിച്ച് ഞങ്ങളെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദിനംപ്രതി വളരുകയാണ്. വളരുമ്പം പഴുത്ത ഇലകളെല്ലാം വീണു പോകുന്നുണ്ട്. അപ്പച്ചൻ വേണ്ടാത്ത ഇല എടുത്ത് കളഞ്ഞ് വേണ്ടുന്നതിനെ മാത്രം ആക്കി തീർക്കുന്ന നല്ല മനോഹരമായ ഒരു ഭവനം സ്വർഗത്തിൽ പണിയുന്നത് പോലെ ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കി, പരിശുദ്ധാത്മ വസിക്കുന്ന ആലയമാക്കി. ഇത് വിശുദ്ധമെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അശുദ്ധമെന്ന് പറയാൻ ആരെ അനുവദിപ്പിക്കല്ലേ. അപ്പച്ചൻ വിശുദ്ധമെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമല്ലേ അപ്പച്ച? അത് മാനിച്ച് പറയാനുള്ള, കൺഫസ് ദ സെയിം തിങ് വിച്ച് ഗോഡ് സേസ്, അവിടുന്ന് പറയുന്ന പറയാനുള്ള കൃപ ഞങ്ങളുടെ തലമുറകളുടെ മേലെ അനുഗ്രഹം വീഴട്ടെ. ഭവനങ്ങളിൽ ഭർത്താക്കന്മാർ, ഭാര്യമാരിൽ, മക്കൾ, അപ്പനമ്മേലും, മരുമക്കൾ, കൊച്ചുമക്കൾ, സഹോദരി, വേണ്ടപ്പെരിലെല്ലാം ഈ അനുഗ്രഹം പദവി കൊടുക്കണേ. പ്രാർത്ഥന കേട്ടപ്പച്ചനെ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന്, വെളിച്ചം തന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.